അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയിട്ടുള്ള 6 അടി മണ്ണിലെ ജീവിതത്തെ പറ്റി ആലോചിച്ചു. ഉടുതുണിയില്ലാതെ നഗ്നപാതരായി, പുരുഷന്മാരാണെങ്കിൽ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവന്റെ മൂർത്തമായ വിചാരണക്ക് നേരിടേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നിലനിർത്തിയുമൊക്കെ അവന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരമാവധി ജീവിതത്തിൽ പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി, ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയും വളരെ ശക്തവും നിരന്തരവുമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളുടെ ഒരു കൂടപ്പറപ്പ് എന്ന നില കാമുകമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. വളരെ അനുഗ്രഹീതവും സന്തോഷകരവുമായ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് ഈ ഹാളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അമ്പലപ്പള്ളി മുസ്തഫ സാഹിബിന്റെ മകൻ ദിൽഷാദ് മുസ്തഫയും കുന്നത്തൊടി ഉസ്മാൻ സാഹിബിന്റെ മകൾ ഷഹാന ഷെറിനും തമ്മിലുള്ള നിക്കാഹിനാണ് നമ്മൾ സാക്ഷികളാവാൻ വേണ്ടി പോകുന്നത്. സൂചിപ്പിച്ചതുപോലെ അവരുടെ നിക്കാഹിന് സാക്ഷിയാവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുക എന്നതാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം. ഇത്തരം സന്ദർഭങ്ങളിൽ എത്രമേൽ അറിവും ബോധവും ഒക്കെ ഉള്ളവരാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവ് എന്ന നിലക്ക് കുടുംബജീവിതത്തിൽ കാലടറി പോവാതിരിക്കാൻ നമ്മുടെ നേതാവ് ഇത്തരം സന്ദർഭങ്ങളിൽ ചെറിയ ചെറിയ ഉപദേശം കൊടുക്കാറുണ്ട്. ഈ 2 കുടുംബത്തെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോ എന്റെ ഉപദേശം ആവശ്യമില്ലാത്ത വിധം മത പശ്ചാത്തലമുള്ള 2 കുടുംബമാണ്. എന്നിരുന്നാലും നമ്മുടെ നേതാവിന്റെ ചര്യ എന്ന നിലക്ക് 1-2 കാര്യം മാത്രം സൂചിപ്പിച്ച് നിക്കാഹിന് സാക്ഷികളായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് പിരിഞ്ഞു പോകാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വിവാഹിതരാകുന്ന ഈ നവദമ്പതികൾക്ക് ഏറ്റവും സന്തോഷകരമായ, സംതൃപ്തമായ, ഇസ്ലാമികമായ കുടുംബ ജീവിതം നയിക്കുവാനും സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകാനും കുടുംബ സമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, എന്തിനാണ് കുടുംബം? കുടുംബത്തിൽ നിന്ന് ഒരു മനുഷ്യന് ആണിനും പെണ്ണിനും ലഭിക്കേണ്ടത് എന്താണ്? അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ചരിത്രം ഞാൻ പറയട്ടെ. മുഹറം മാസത്തിൽ ലോക മുസ്ലിങ്ങൾ ഓർക്കുന്നത് 136 തവണ ഖുർആൻ പേര് പറഞ്ഞ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അദ്ദേഹം ഈജിപ്തിലാണ് ജനിച്ചത്. ഒരു കൊലപാതകത്തിന് സാക്ഷിയായി താനാണ് കൊന്നത് എന്ന പ്രചരണമുണ്ടായി. അതിന് പ്രതികാരമെന്നോണം തന്നെ കൊല്ലാൻ ആളുകൾ തീരുമാനിച്ച വിവരം കിട്ടിയപ്പോ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്ത് വിടുന്ന ഒരു രംഗമുണ്ട്. ഇട്ടുകൊടുത്ത തുണിക്കുപ്പായും അല്ലാതെ കീശയിൽ പൈസല്ല, ഒന്നുമില്ല. അങ്ങനെ പോയി ഒരു വൈകുന്നേരം 6 മണിയോടുകൂടി മദിയൻ എന്ന സ്ഥലത്തെത്തി. രാത്രി കിടക്കേണ്ടത് എവിടെയെന്നറിയില്ല, കഴിക്കാൻ ഭക്ഷണമല്ല, ഇതൊന്ന് മാറ്റി കൊടുക്കാൻ വേറെ തുണികുപ്പായില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇതെല്ലാം ആവശ്യമാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടത് ആ പ്രദേശത്തുകാർ കാലികളെ വളർത്തി അതിന്റെ പാല് വിറ്റും മാംസം വിറ്റും ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായി വൈകുന്നേരം കാലികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെള്ളം കൊടുത്തിട്ടാണ് കൊണ്ടുപോവുക. അപ്പൊ ഒരു കിണറേ ഉള്ളൂ ആ നാട്ടിൽ. എല്ലാ മനുഷ്യന്മാരും കാലികളും അതിന്റെ ചുറ്റും നിന്ന് ഓരോരുത്തരായി വെള്ളം മുക്കി കാലിക്ക് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലുമ്പോഴുള്ള രംഗം. അദ്ദേഹം ഒരു മരത്തണലിൽ വിശ്രമിച്ചിട്ട് ഈ രംഗങ്ങൾ നോക്കി നിൽക്കുമ്പോ 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. അവരെടുത്തുണ്ട് കുറച്ച് കാലികൾ. ആരോ ഉണ്ടെങ്കിലും ഒന്ന് വർത്താനം പറയണല്ലോ, അന്യ നാട്ടിലല്ലേ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താ നിങ്ങളെ വർത്താനം? നിങ്ങളെന്താ വെള്ളം കൊടുത്തിട്ട് പോവാത്തത്? അല്ലെ വെള്ളം കിട്ടിയിട്ടാണോ കൊടുക്കയിട്ടാണോ? എന്താണ് വിശേഷം? അവർ പറഞ്ഞു, ആണുങ്ങളെ ചെന്നിട്ട് കയറ് പിടിച്ച് മുക്കാൻ പെണ്ണുങ്ങൾക്ക് നടക്കൂലല്ലോ, ഞങ്ങളെ വാപ്പ വയസ്സായ ഒരാളാ, അവിടെ തിരക്കൊന്ന് കൊയ്യട്ടെ എന്ന് വെച്ച് കാത്തിക്കുകയാണ്. ശരി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാണാണല്ലോ. അദ്ദേഹം ചെന്ന്
കയറെടുത്ത് വെള്ളം മുക്കി ഈ പെൺകുട്ടികളെ കാലിൽ കൊടുത്തു, അവർ വെള്ളം കൊടുത്തു പോയി. അതിനുശേഷം നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് ആ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഒരു പ്രാർത്ഥന നടത്തി. റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചോനെ, നീ എന്ത് തന്നാലും ഞാൻ ആവശ്യക്കാരനാണ്. എന്റെ അടുത്ത് ഒന്നുമില്ല, തിന്നാൻ ഭക്ഷണമില്ല, വാങ്ങാൻ പൈസ ഇല്ല, മാറ്റെടുക്കാൻ തുണി കൊണ്ടുമില്ല, കിടക്കാൻ വീടുമില്ല. ഇതൊക്കെ എനിക്ക് കിട്ടണം, എന്ത് തന്നാലും ഞാൻ ആവശ്യക്കാരനാണ്. അപ്പൊ മൂസാ നബിക്ക് അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാം ആവശ്യമാണ്. അള്ളാഹു എങ്ങനെയൊക്കെ കൊടുത്തതെന്ന് അറിയോ? ഒരു പെണ്ണാണ് കെട്ടിച്ചു കൊടുത്തു. ആ 2 പെൺകുട്ടികൾ, ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട്, ബേജാറായി പോയി. കാരണം കേരളത്തിൽ പോലും ഇന്നത്തെ നിയമം ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് 10 സെക്കൻഡ് നോക്കിയാ പീഡന. ഞാൻ പെൺകുട്ടി എന്തിനാ വന്നതെന്ന് അറിയില്ലല്ലോ. വാപ്പ വിളിക്കുന്നുണ്ട്, നമ്മൾ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞു, ഒന്നും കാട്ടാനല്ല, നിങ്ങൾ വെള്ളം മുക്കി തന്നിരുന്ന ഒരു കൂലി തരാനാ. സന്തോഷായി. അവിടെ ചെന്നപ്പോ സത്യത്തിൽ അതൊരു പുതിയാപ്പളവൊക്കെ. അള്ളാഹു ആ പെൺകുട്ടികളിൽ ഒരാളെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കല്യാണം കഴിച്ചു കൊടുത്തു. മൂസാന് ഭക്ഷണം കിട്ടി, വസ്ത്രം കിട്ടി, വീട് കിട്ടി, സമാധാനം കിട്ടി. അതാണ് കുടുംബം. അതിനായിരിക്കണം കുടുംബം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിന്റെ അടയാളമായി എണ്ണി പറഞ്ഞത് 4 കാര്യങ്ങളാണ്. ഒന്ന്, വിശാലമായ ഒരു വീട്. വിശാലം എന്ന സ്ക്വയർ ഫീറ്റ് അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് അളക്കാൻ ഇസ്ലാമിക ഭാഷയിൽ അതിന്റെ സ്ക്വയർ ഫീറ്റ് എന്നിട്ടല്ല വീടിന്റെ വിശാലത അളക്കുക. പിന്നെ അവിടെ താമസിക്കുന്ന ആളുകൾ തമ്മിൽ പെരുമാറ്റത്തിൽ കാണിക്കുന്ന മെയ്വഴക്കം, അതാണ് ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റായി, വിശാലതയായി ഇസ്ലാം അംഗീകരിക്കുന്നത്. എന്തുകൊണ്ട്? 12 വയസ്സായ ഒരു കുട്ടി നമ്മുടെ നേതാവിന്റെ വീട്ടിൽ കയറി കൈ മേൽപോട്ട് പൊക്കിയാൽ കൈയറ മുട്ടും. ഒരു വീടിന്റെ ഉയരാ പറഞ്ഞത്. ആ കുട്ടി തെക്ക് വടക്ക് കിടന്നാലേ തല തെക്കേ ഭാഗത്തും തട്ടും, കാല് വടക്കേ ഭാഗത്തും തട്ടും. എഞ്ചിനീയർമാരുണ്ടല്ലോ അവിടെ, അവർ മനസ്സിന് കണക്കൂട്ടിയില്ലേ ആ വീടിന്റെ സ്ക്വയർ ഫീറ്റ്? അതെ, ചെറിയ വീടാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വിശാല വീട് ഏത് എന്ന് ചോദിച്ചാൽ ഫിർഔന്റെ കൊട്ടാരമല്ല, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരമല്ല, പേർഷ്യൻ രാജാവിന്റെയും റോമൻ രാജാവിന്റെയും കൊട്ടാരമല്ല. ഒരു പരഗതിക്ക് ഗതിയില്ലാത്ത ദരിദ്രനായ, ആട്ടിടയനായ, സ്വന്തമായിട്ടൊരു വരുമാനവുമില്ലാത്ത ആ പാവപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച വീടാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വിശാലമായ വീട്. എങ്കിൽ വിശാലത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഒരു വീട് മനുഷ്യന്റെ സൗഭാഗ്യമാണ്. 2, ഉപകാരിയായ ഒരു അയൽവാസി. കല്യാണം മുടക്കണ അയൽവാസിയല്ല, വയ്യ മുടക്കണ അയൽവാസിയല്ല, മനസ്സിലായോ? 3, സൗകര്യപ്രദമായ ഒരു വാഹനം. 4മത്തെ എന്താണെന്നറിയോ? ആരോഗ്യാവസ്ഥയായാലും രോഗാവസ്ഥയായാലും, സാമ്പത്തികാവസ്ഥയായാലും ദാരിദ്ര്യാവസ്ഥയായാലും, ഉയർച്ചയായാലും തളർച്ചയായാലും എല്ലാം പങ്കുവച്ച് ചേർത്ത് പിടിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തയ്യാറുള്ള ആണിന് പെണ്ണും, പെണ്ണിന് ആണും സൗഭാഗ്യമാണ്. സഹോദരന്മാരെ, അയൽവാസി മോശമായാൽ മാറി താമസിച്ചാൽ മതി. വീട് മോശമായാൽ പൊടിച്ചുണ്ടാക്കാം. വാഹനം മോശമായാൽ എക്സ്ചേഞ്ച് ചെയ്യാൻ, മാറ്റി വാങ്ങാം. പെണ്ണ് മോശമായാലോ ആണ് മോശമായാലോ പൊളിച്ചുണ്ടാക്കാൻ കഴിയോ? ഇല്ല. വിറ്റാലാലോ വാങ്ങാൻ കുത്തിർക്കുണ്ടോ? ഇല്ല. മാറി താമസിക്കാൻ കഴിയൂല. അപ്പൊ എന്താണ്? വീട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ, അയൽവാസിയത്ത് സെലക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ, വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ശ്രദ്ധ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാവണം. ഇസ്ലാം വിവാഹത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ശക്തമായി ഇടപെടുന്നതായി കാണാൻ സാധിക്കും. കോഴിക്കോട് ടൗണിൽ ഒരു സ്ഥലമുണ്ട്, മുഖദാർ എന്നാ പറയാ, കടപ്പുറ. ആ മുഖദാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള പേരെന്താ അറിയോ? മുഗീറദ്ദാർ എന്നാ. എന്താ മുഗീറദ്ദാർ എന്ന് പറഞ്ഞാല്? മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു എന്ന പ്രസിദ്ധനായ സഹാബി താമസിച്ച സ്ഥലം. ഇസ്ലാമിക പ്രബോധത്തിന് വന്ന ആളാ കേരളത്തിൽ. അദ്ദേഹം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണോ? അനളർത ഇലൈഹ, നീ ഓളെ പോയി കണ്ടിണോന്നാ. അപ്പൊ കാണുന്നിടത്ത് വരെ ഇസ്ലാം ഇടപെടുന്നു. കാരണം കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ലിതസ്കുനു ഇലൈഹ, സമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാവണം. അത് ലഭിക്കുന്നില്ല ഇന്ന് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ. 57,000 കുടുംബങ്ങളാണ് കേരളത്തിൽ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു തലാഖിന് വേണ്ടി കാത്തു നിൽക്കുന്നു. സാക്ഷര കേരളത്തിൽ 57,000. വീട് വെൽപ്പം ലൈറ്റാ, കാറിൽ ലൈറ്റാ,
നല്ല ബ്രാൻഡ് ഡ്രസ്സില്ലേറ്റാ എന്തിന്റെ സൗകര്യക്കുറവാണുള്ളത്? പരിശോധിക്കേണ്ടതാ. 668 പെൺകുട്ടികളാണ് ഒറ്റ കൊല്ലം കൊണ്ട് വീടും മഹല്ലും ഉമ്മനും ബാപ്പനും തള്ളി ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ കേരളത്തിൽ ഒളിച്ചോടി പോയിട്ടുള്ളത്. എന്തിന്റെ കുറവാണുള്ളത്? 2880 ഭർത്തൃമതികളാണ്. ഈ ഭർത്തൃമതി എന്ന് സാധാരണ പറയല് ഭർത്താവിനെ മാത്രം മതിയായവൾ എന്നായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ അർത്ഥം മാറി, ഭർത്താവിനെ മതിയായവൾ എന്നായി. അന്യപുരുഷന്റെ കൂടെ ഒളിച്ചോടിപ്പോയത് 2800 ഭർത്തൃമതികൾ. എന്താ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത്? അപ്പൊ ഇസ്ലാം അതിന്റെ എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നു. ഒരു കുടുംബം സെറ്റായി നിന്നാലുണ്ടല്ലോ ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ് സഹോദരങ്ങളെ കഅബ. ആരുണ്ടാക്കിയതാ? ഒരു ബാപ്പി മോനുണ്ടാക്കിയതാ. ഒരു കുടുംബം ഇസ്ലാമികമായി ജീവിച്ചാൽ അള്ളാഹു എത്രമാത്രം ആ കുടുംബത്തെ സ്നേഹിക്കും എന്നതിന്റെ ഉദാഹരണമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. ഹജ്ജ് കർമ്മത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെയും മക്കളെയും മാറ്റി നിർത്താൻ സാധിക്കുമോ? നമുക്ക് ഇല്ലല്ലോ. നമസ്കാരത്തിൽ ഈ മനുഷ്യന്റെ പേര് പറയാണ്ടിരിക്കാൻ കഴിയോ? കഴിയില്ല, അല്ലേ? മസ്ജിദുൽ അഖ്സ നിർമ്മിച്ചതാരാ? ഇതേ ബാപ്പി മോനുവാ. കഅബ ഉണ്ടാക്കിയതാരാ? ഇതേ ബാപ്പി മോനുവാ. ഈ ഹജ്ജിന് ക്ഷണിച്ചതാരാ? ഇതേ ബാപ്പൻ. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബം ഏതാ? ഇതേ കുടുംബമാണ്. സഫയിൽ ചെന്നാലും അറബയിൽ ചെന്നാലും നമുക്ക് ആരെ ഓർമ്മ വരുന്നത്? എന്തായാലും അർത്ഥം അറിയോ? കുടുംബം എന്ന സംവിധാനത്തിന് അള്ളാഹു കൊടുക്കുന്ന സ്വീകാര്യതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് കുടുംബത്തെ വളരെ ശ്രദ്ധിക്കണം. തെരഞ്ഞെടുക്കുമ്പോൾ ഇസ്ലാം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമാധാനം കിട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ അതിന് കണ്ടെത്തിയ മാർഗങ്ങളൊക്കെ സമാധാനം ഇല്ലാതാക്കുന്നതാണ്. എന്നാൽ ഒന്ന് സൗന്ദര്യമുള്ള ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ലെങ്കിൽ സഹോദരന്മാരെ, ഈ സിനിമാ നടിമാർക്കിടെ എങ്ങനെയാ വിവാഹമോചനം ഉണ്ടാകുന്നത്? സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ വിവാഹമോചനം ഉണ്ടാവില്ലെങ്കിൽ ഈ 57,000 കുടുംബങ്ങളെങ്ങനെ വിവാഹമോചനം ഉണ്ടായത്? ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യമില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ആധുനിക കുടുംബത്തിലെ അസ്വസ്ഥതകളാണ്. പിന്നെ എന്താണ് വേണ്ടത്? അത് മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കും. എന്താ വേണ്ടത്? എന്താ നമ്മളെ വീട്ടിലില്ലാത്തത്? നമ്മളെ വീട്ടിൽ എന്താ ഇല്ലാത്തത്? സമാധാനം മാത്രമല്ല, എല്ലാ സൗകര്യവും ഇല്ലേ? ഉണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ അറിയോ? കുടുംബ ജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടത് സൗന്ദര്യമല്ല, സമ്പത്തല്ല, സൗകര്യങ്ങളല്ല, മറിച്ച് അവിടെ താമസിക്കുന്ന ആടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം അപരിചിതരായ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത പ്രദേശത്തുള്ള രണ്ടാളുകൾ കൂടെ ജീവിക്കാൻ തയ്യാറാവുക എന്നാണ്. സ്വാഭാവികമായി അവർക്കിടയിൽ ചില ചേരായ്മകളും പോരായ്മകളും ഉണ്ടാവും. ഇത് ആരോഗ്യകരമായി ചേർത്ത് വെക്കുന്നിടത്താണ് ഒരു കുടുംബം വിജയിക്കുന്നത്. അതിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മവദ്ദത്താണ്. വജഅല ബൈനക്കും മവദ്ദത്ത്. മവദ്ദത്ത് 25 കൊല്ലം മുമ്പ് ഞാൻ തലശ്ശേരി പെരിങ്ങത്തൂരിലാണ് ഖുതുബ. എന്റെ പള്ളിയുടെ മുമ്പിലെ സഫിൽ നിൽക്കുന്ന ഒരു ബാപ്പ. ആ ബാപ്പക്ക് ഒരു പെൺകുട്ടിയുണ്ട്, ഫരീദ എന്നാണ് അവളുടെ പേര്. അവളെ കല്യാണം കഴിച്ചത് പെരിങ്ങത്തൂരിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള കടവത്തൂരിൽ ഒരു യുവാവാണ്. അവർ 13 ദിവസമാണ് കൂടെ ജീവിച്ചത്. 14ാമത്തെ ദിവസം ഈ യുവാവിന് ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. 2 ആഴ്ച കൊണ്ട് ഭാര്യക്കുള്ള വിഷയമായി ആ യുവാവ് വീണ്ടും കേരളത്തിലെത്തി. അദ്ദേഹം പ്ലെയിൻ ഇറങ്ങിയത് ബോംബെയിലായിരുന്നു. അവിടെ നിന്നിട്ട് ബസ്സിനാകുന്നത് ലക്നൌവിൽ വെച്ച് ഈ ബസ് മാരകമായ ആക്സിഡന്റിൽ പെട്ടു. നട്ടെല്ലിന് ശേഷം തകർന്നു പോയി. 25 കൊല്ലം മുമ്പ്. ഒന്ന് പൊട്ടു ഒരു ചോറ് തൊള്ളേക്കാൾ ഇട്ട് കൊടുക്കാൻ ഇറക്കാന്നല്ലാതെ ഒരു മണി ബറ്റിതിൽ വീണാൽ ഞമ്മലെടുത്താണ്ട് വെച്ചു കൊടുക്കണം. ഈ യുവാവിനെ ചികിത്സിച്ച ഡോക്ടറും യുവാവിന്റെ കുടുംബവും ഭർത്താവിന്റെ കുടുംബവും നാട്ടുകാരും വീട്ടുകാരും പള്ളിക്കമ്മറ്റിക്കാരും ഒരേ സ്വരത്തിൽ ഫരീദയോട് പറഞ്ഞു, ഫരീദ, ഈ യുവാവിന് നിന്നെ ഒരു കുടുംബം തരാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ സംതൃപ്തിയോടെ നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണം. പക്ഷേ ഫരീദ തയ്യാറായില്ല. 18 കൊല്ലക്കാലം ഒരു ചുടുചുംബനം നൽകാൻ സാധിക്കാത്ത, ഒന്ന് കെട്ടിപ്പിടിക്കാൻ സാധിക്കാത്ത, ഒരു കുഞ്ഞിക്കാല് സംഭാവന ചെയ്യാൻ സാധിക്കാത്ത ഈ യുവാവിനെ മാറോട് ചേർത്ത് പിടിച്ച് പരിചരിക്കാൻ ഫരീദ കാണിച്ച വികാരത്തിന്റെ പേരാണ് മവദ്ദത്ത്. ഇതാണ് ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഉണ്ടാവേണ്ടത്. ഫരീദയുടെ കൂട്ടുകാരികൾ വന്നു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫരീദ, ഈ ജീവച്ഛവത്തെ നമുക്ക് നോക്കിയാ പോരെ, നിനക്ക് വേറെ കല്യാണം കഴിച്ചൂടെ?
ഇയാളെ നീ നോക്കിക്കോ. പക്ഷെ നിനക്ക് വേറെ കല്യാണം കഴിച്ചുകൂടെ? കല്യാണം കഴിക്കണമെങ്കിൽ വിളിച്ച് ഇയാളെ തേറാക്കല്ലേ ആവണം. ആരാന്നറിയോ? ഈ കിടക്കുന്നത് ആരാന്നറിയോ? ആരാ? എന്താ സാധനം എന്നറിയോ? എന്താ? സ്വർഗത്തിന് 8 വാതിലുണ്ട്. നിസ്കാരത്തിനൊരു വാതിലുണ്ട്, സക്കാത്തിനൊരു വാതിലുണ്ട്, ജിഹാദിനൊരു വാതിലുണ്ട്, നോമ്പിനൊരു വാതിലുണ്ട്. നിസ്കരിച്ചാലേ നിസ്കാരത്തിന്റെ വാതിൽ കൂടെ കയറി പോകാൻ കഴിയുള്ളൂ. നോമ്പ് നോറ്റാലേ റയ്യാൻ എന്ന കവാടത്തിലൂടെ കയറി പോകാൻ കഴിയുള്ളൂ. എന്നാൽ എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചൊരു വചനമുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഭർത്താവ് സംതൃപ്തനായി കൊണ്ടാണ് ഈ ലോകത്തോട് വട പറഞ്ഞു പോകുന്നതെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും ഈ പെണ്ണിന്റെ മുമ്പിൽ അല്ലാഹു തുറന്നു വെക്കുമെങ്കിൽ ഈ കിടക്കുന്നത് ജീവച്ഛവമല്ല, ഈ കിടക്കുന്നത് എന്റെ ഭർത്താവ് എന്ന മനുഷ്യനല്ല, എന്റെ സ്വർഗത്തിന്റെ 8 വാതിലുവാ. ഇതിനെ തട്ടിക്കളയണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? നോക്കി പെൺകുട്ടി ചോദിച്ച ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല 18 വർഷം കഴിഞ്ഞപ്പോ ഈ യുവാവിനെ കൊണ്ടുപോയി പരലോകത്തേക്ക്. ഇന്ന് എന്റെ സഹോദരി ഫരീദ എന്ന പെൺകുട്ടി വിവാഹം കഴിച്ച് ദുബൈയിൽ സുഖമായി ജീവിക്കുന്നു. ആ ഫരീദ ഈ യുവാവിനോട് കാണിച്ച വികാരത്തിന്റെ പേരാണ് മവദ്ദത്ത്. അതാണ് ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഉണ്ടാവേണ്ടത്. ഇനി 1-2 കാര്യം മാത്രം എന്റെ സഹോദരിയോട്, ഇവിടെ എവിടോ ഇരിക്കുന്നവ പെൺകുട്ടി, അവളോട് എനിക്ക് പറയുവാനുള്ളത്, നീ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഖദീജ റളിയല്ലാഹു അൻഹയായി മാറണം. ഖദീജ റളിയല്ലാഹു അൻഹ ഇന്ന് നമ്മൾ നിസ്കരിക്കണമായി ഒരു വക്ത് നിസ്കരിച്ചില്ലട്ടോ. നമ്മൾ നോമ്പ് കൊടുക്കണമായി ഒരു നോമ്പ് നോറ്റില്ലട്ടോ. നമ്മൾ കൊടുക്കണമായി സക്കാത്തും കൊടുത്തില്ലട്ടോ. നമ്മൾ ചെയ്ത മാതിരി ഹജ്ജും ചെയ്തില്ല. എന്തോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പ്രവാചകനോട് പറഞ്ഞാ, പ്രവാചകരെ ഖദീജ റളിയല്ലാഹു അൻഹ നിങ്ങൾക്കുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? അപ്പൊ കൊണ്ടുവരുമ്പോഴേ നിന്റെ സലാം പറയണം. ആരെ സലാം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്. അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരോട്? ഖദീജ റളിയല്ലാഹു അൻഹയോട്. തീർന്നില്ല. സ്വർഗത്തിൽ ഒരു വലിയ കൊട്ടാരം അല്ലാഹു അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം താങ്കൾ താങ്കളുടെ ഇണയോട് പറയണം. ഈ ചോദിക്കട്ടെ, ഈ പ്രബുദ്ധമായ സദസ്സിനോട്, ഒരു വക്ത് നമസ്കരിക്കാത്ത, ഒരു സക്കാത്ത് കൊടുക്കാത്ത, ഒരു നോമ്പ് നോൽക്കാത്ത, ഒരു ഹജ്ജ് ചെയ്യാത്ത ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗ്ഗം കിട്ടിയത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറോട് ചേർത്ത് പിടിച്ചു. തനിക്കുള്ളതെല്ലാം സംഭാവന ചെയ്തു. പ്രബോധന വഴിയിൽ തളരുമ്പോഴെല്ലാം താങ്ങായി മാറി. അങ്ങനെ മാറാൻ ഈ പെൺകുട്ടിക്ക് സാധിക്കണം. എന്റെ യുവ സഹോദരനോട് എനിക്ക് പറയുവാനുള്ളത്, താങ്കൾ ആരാവണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവണം. അദ്ദേഹം വിവാഹം കഴിച്ച് നമ്മുടെ ഉമ്മമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ 9 വയസ്സാ പ്രായം. ആ കൊച്ചു പെൺകുട്ടി ആ വീട്ടിൽ വന്നു, വളർന്നു വലുതായി, പണ്ഡിതയായി, കവിയത്രിയായി, പ്രഭാഷകയായി, ഡോക്ടറായി, ഒരു സൈന്യം നയിക്കാൻ മാത്രം കെൽപ്പുള്ളവരായി. വിവാഹത്തിന് ശേഷമാണോ മുമ്പാണോ? വിവാഹത്തിന് ശേഷം. അപ്പൊ ആ കൊച്ചു പെൺകുട്ടി അങ്ങനെ പറയാൻ പറ്റുമോ നിൽക്കാൻ? നമ്മളെ ഉമ്മേൻ ആ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നമ്മുടെ നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊടുത്ത കെയറിങ്, ചേർത്തുപിടുത്തം, പ്രോത്സാഹനം, സ്നേഹം, പരിഗണന, അത് ഈ ഭർത്താവിന് ആ പെൺകുട്ടി കൊടുക്കാൻ സാധിക്കണം. ഭാര്യന്റെ ഉപ്പനോട് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം പെടുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അമ്മോശാക്ക അലി റളിയല്ലാഹു അൻഹു എന്ന പുയ്യാപ്പൾ കൊടുത്ത സ്നേഹം ഭാര്യ വീട്ടിൽ ഈ യുവാവിന് കിട്ടുമെങ്കിൽ ഈ വിവാഹ ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ട് പോകും. ഒരു കുറ്റകാര്യം അവസാനിപ്പിക്കട്ടെ. എപ്പോഴാണ് ഒരു ഭാര്യ ഭർത്താവിന് സൗഭാഗ്യമാകുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചത് അലി റളിയല്ലാഹു അൻഹുവാണ്. ഗർഭിണിയായിരിക്കെ, ഗർഭിണിയൊക്കെ ചില ഭക്ഷണ പദാർത്ഥത്തോട് താല്പര്യം ഉണ്ടാവുമല്ലോ. ഒരിക്കൽ അള്ളാഹു കൊണ്ടുവന്നപ്പോഴേ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി ഇത് കാരക്ക തിന്നാൻ വല്ലാത്ത പൂതിയാണ്. ഓടി ഇന്നത്തെ മദീന കാരക്ക മാർക്കറ്റിലേക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോ 5 പൈസ കയ്യിലില്ല. എങ്ങനെ വാങ്ങാൻ? അപ്പൊ ബെൽറ്റ് കെട്ടിക്കണ്. അത് കഴിച്ചാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഈ ബെൽറ്റിന് എന്താണോ നീ കാണുന്ന വില, അതിന് സമാനം കുറച്ച് കാരക്ക എന്നെ ഭാര്യക്ക് കൊടുക്കാനുള്ള ഗർഭിണിയാണ്. ബെൽറ്റിന് ഒരു വില ഉണ്ടാവില്ല, എന്നാലും വാങ്ങി വെച്ച് ഒരു പിടുത്തം കാരക്കാണ്ട് കൊടുത്തു. സന്തോഷായി ഓടുകയാണ്, ഭാര്യക്ക് കൊടുക്കാലോ. അപ്പോഴാണ് വേക്കുന്ന ഒരു വിളി, അലി ഒരു യാചകനാണ്, കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ആ കാരക്ക് തരുമോ? ആട് കൊടുത്തു. നമുക്ക് കൊടുക്കാൻ തയ്യ ഉണ്ടാവുമോ? ഉണ്ടാവും. എന്താ കാരണം? വേറെ വാങ്ങാൻ പൈസ ഉണ്ടാവും. ഒരു പൈസയില്ല, വേറെ വാങ്ങാൻ പണമില്ല. ഇത് കാത്തിട്ടാണ് ആ ഭാര്യ അവിടെ. പക്ഷെ കൊടുക്കാൻ അയ്യല്ലാഹുവിന് യാതൊരു മടിയും ഉണ്ടായില്ല. എന്താ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു ആശങ്ക ഉണ്ടായി. എന്താപ്പോ ഓളോട് പറയാ? എന്തേക്കും ഫാത്തിമന്റെ പ്രതികരണം എന്നൊരു ആശങ്ക ഉണ്ടാവാതിരുന്നില്ല. വീട്ടിൽ ചെന്ന് ഫാത്തിമ കാരക്കപ്പറ്റി ചോദിച്ചതല്ല. കാരണം അപ്പൊ ചോദിക്കാതെ അയ്യല്ലാഹുവിന് കൂടുതൽ പ്രയാസമായി. എന്താ ഫാത്തിമായി ചോദിക്കാത്ത? ചോദിക്കണ് ഇനെന്താ പറഞ്ഞത്? കാരക്കക്ക്. ഇതെന്താ ചോദിക്കാത്ത? കാരക്ക കിട്ടിയാല് എനിക്ക് തരും. നിങ്ങൾക്ക് അറിയാലോ, ഒന്നൊരു സാധനം കിട്ടിയിട്ടുണ്ടാവൂല, അല്ലെ വാങ്ങാൻ പൈസ ഉണ്ടാവൂല.
കാരക്ക കൊണ്ടുവന്നാൽ നിങ്ങൾ തരാണ്ടിക്കോ? അത് എനിക്കറിയില്ലേ. അപ്പൊ അല്ലാഹുവിന്റെ കാരക്ക കിട്ടുകയും ചെയ്തു, വാങ്ങുകയും ചെയ്തു ഫാത്തിമ. ആ കാരക്ക നിനക്ക് തരാതെ ആ യാചകന് കൊടുത്തതിൽ നിനക്ക് എന്നോട് എന്തെങ്കിലും പരിഭവണ്ട ഫാത്തിമ എന്നാ. ഇവിടെ ഇരിക്കുന്ന ഫാത്തിമമാർക്ക് ഒരു മാസം തെറ്റി നടക്കാൻ വേറെ ഒരു കാരണം വേണ്ട. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങൾ ആ കാരക്ക കൊണ്ടുവന്ന് ഞാനത് കഴിച്ചിരുന്നെങ്കിൽ എന്റെ നാവിനുണ്ടാകുമായിരുന്നതിനേക്കാൾ മധുരം എന്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ചെയ്തതാണ് ശരി. സാഹചര്യത്തെ മനസ്സിലാക്കി, സന്ദർഭം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുവാനും ചേർന്ന് നിൽക്കുവാനും ദമ്പതികൾക്ക് സാധിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊക്കെ ഇനി നമ്മുടെ കുടുംബത്തിന്റെ ഇഹപര നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വിവാഹിതരാകുന്ന ഈ നവദമ്പതികൾക്ക് ഏറ്റവും സന്തോഷകരമായ സംതൃപ്തമായ ഇസ്ലാമികമായ കുടുംബ ജീവിതം നയിക്കുവാനും സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകാനും കുടുംബസമേതം സ്വർഗത്തിൽ കടക്കുവാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ നിക്കാഹ് ഏറ്റവും ഹൈറും ബർക്കത്തുമുള്ള സ്വാലിഹായ ഒരു അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഈ ഹോളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളുടെ കുടുംബസമേതം റബ്ബേ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഇരു കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇവിടെയുണ്ട്, വീടുകളിലുണ്ട്. അവർക്ക് നീ ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.